ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിലെ രണ്ടാം ദിനം ഇന്ന് അവസാനിക്കുന്നു. അപ്പോൾ അവസാനിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയേണ്ടത്, ഇപ്പം കഴിഞ്ഞ ആദ്യ ദിനം അവസാനിച്ച സമയത്ത് വെസ്റ്റ് ഇൻഡീസ് ഒരു ചെറിയ സ്കോറിൽ ഔട്ടായി. ഇന്ത്യ ആണെങ്കിൽ ഏതാണ്ട് ലീഡിനടുത്ത് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ആ ഒരു മത്സരം ആദ്യ ദിനം അവസാനിച്ചിരുന്നു. അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന നിലയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന നിലയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, മിക്കവാറും ഇന്ത്യ ഒരു അത്യാവശ്യം ഒരു നല്ല സ്കോർ നേടിയെടുക്കുകയും ഒരു നല്ല ലീഡ് നേടിയെടുക്കുന്നൊക്കെ സാഹചര്യത്തിലേക്ക് വരും. ആ ഒരു പ്രതീക്ഷയായിരുന്നു. അത് വലിയ പ്രെഡിക്റ്റ് ചെയ്യാൻ വലിയ സംഭവമൊന്നും വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു അവസ്ഥയും ഇന്ത്യയുടെ നിലവിലത്തെ അവസ്ഥയും വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്ത്യയിലെ റെക്കോർഡ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അത് തന്നെയാണ് സംഭവിച്ചത്. രണ്ടാം ദിനവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം 121-2 എന്ന നിലയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഗില്ലും അതുപോലെ KL രാഹുലുമായിരുന്നു ഗ്രീസിലുണ്ടായിരുന്നത്. അവർ തമ്മിലൊരു പാർട്ണർഷിപ്പ് 98 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. ഗില്ല് അർദ്ധശതകം നേടിയെടുത്തു. അതിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെ ഔട്ടായി പോയി. റിവേഴ്സ് സ്വീപ്പിന് ശ്രമിച്ചതാണ്, അങ്ങനെയാണ് ഔട്ടായി പോകുന്നത്. അതിനുശേഷം ജൂറിലെത്തി ആൻഡ് KL രാഹുൽ പിന്നീട് സെഞ്ചുറി നേടി. ലഞ്ചിന് മുമ്പാണ് അദ്ദേഹം സെഞ്ചുറി നേടിയെടുക്കുന്നത്. അപ്പം ആ ഒരു ലഞ്ചിന് ശേഷമുള്ള ആദ്യത്തെ ഓവറിൽസ് തന്നെ അദ്ദേഹത്തിന് ഔട്ടായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ധ്രുവ് ജുറലും രവീന്ദ്ര ജഡേജയും തമ്മിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കൂട്ടുകെട്ടാണ്. 5-ാം വിക്കറ്റിലെ 206 റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട്. ആ ഒരു പാർട്ട്ണർഷിപ്പ് വന്നതിന് ശേഷമാണ് മാച്ച് ഇപ്പം ആസ് എ ഫാൻ എന്ന നിലയിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഒരു ഹാർഡ് ഹിറ്റിങ്, എനിക്ക് തോന്നുന്നു ഈ ഒരു മത്സരത്തിൽ ആദ്യത്തെ സിക്സർ പോലും അടിക്കുന്നത് ജൂറിലാണ്. പിന്നെ ജഡേജ തുടർച്ചയായിട്ടൊക്കെ സിക്സറുകൾ അടിക്കുന്നത് കണ്ടു. അങ്ങനെ ജഡേജ മത്സരത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് നല്ല രീതിയിൽ ഒരു ഹിറ്റ് ചെയ്ത് തന്നെയാണ് കളിച്ച് തുടങ്ങിയത്. പിന്നെ കുറച്ചും കൂടെ ഒരു ബാലൻസിങ് നമുക്ക് കാണാൻ സാധിച്ചു. അതാണ് പറഞ്ഞത്, ഈ ബാറ്റേഴ്സ് വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിം. ബാസ് ബോൾ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു കൈൻഡ് ഓഫ് അതിൻ്റെയൊക്കെ ഒരു അടുത്തൊക്കെ എത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു തരത്തിലുള്ള ഒരു പാർട്ണർഷിപ്പാണ് നേടിയെടുത്തത്. ധ്രുവ് ജുറൽ തൻ്റെ കരിയറിലെ ആദ്യ ടെസ്റ്റ് ഇൻ്റർനാഷണൽ സെഞ്ചുറി സ്വന്തമാക്കി. 125 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ട് ഔട്ടായി പോകുന്നത്. അതിനുശേഷം രവീന്ദ്ര ജഡേജയും സെഞ്ചുറി നേടി. നിലവിൽ അദ്ദേഹം ഇപ്പം ഗ്രീസിൽ നിൽപ്പുണ്ട് വാഷിങ്ടൺ സുന്ദറിനോടൊപ്പം. 448-5 എന്ന് പറയുന്ന ഒരു നിലയിലാണ്. 286 റൺസിൻ്റെ ഒരു ലീഡുമാണ് നിലവിൽ ഇന്ത്യക്കുള്ളത്. സായ് സുദർശൻ ഒഴികെയുള്ള മിക്ക ബാറ്റേഴ്സിനും നല്ല രീതിയിൽ പണിഷ് ചെയ്യാൻ, നല്ല രീതിയിൽ നല്ലൊരു ആവറേജ് ലെവലിലെങ്കിലും, ഇപ്പം ജയ്സ്വാൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചിരുന്നെങ്കിൽ ഒരു ഹാഫ് സെഞ്ചുറിയോ ഒക്കെ നേടാമായിരുന്നു. അദ്ദേഹം ഒരു ഹാർഡ് ഹിറ്റിങ്ങിലേക്ക് കടന്നതിന് ശേഷം കുറച്ച് ആവേശം കൂടി പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗില്ലാണെങ്കിൽ ഒരു 50 എടുത്തു. ബാക്കി വന്ന താരങ്ങളൊക്കെ ധ്രുവ് ജുറലും രവീന്ദ്ര ജഡേജയും KL രാഹുലും ഒക്കെ സെഞ്ചുറി നേടുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. ഇനിയിപ്പോൾ നാളത്തെ അവസ്ഥ എന്താകും എന്നുള്ളത് അറിയത്തില്ല. അപ്പം വാഷിങ്ടൺ സുന്ദറും ഗ്രീസിൽ നിൽപ്പുണ്ട്. അദ്ദേഹവും ഇതുപോലത്തെ ഈ സിറ്റുവേഷൻസിലൊക്കെ വന്നിട്ട് നമ്മൾ ഇംഗ്ലണ്ട് സീരീസിൽ കണ്ടതാണ്. ഇങ്ങനെ വന്ന് ഇനിയിപ്പം മാക്സിമം റൺസ് നാളെ എടുക്കുക എന്നുള്ളതായിരിക്കും, ഏറ്റവും വേഗത്തിൽ എടുക്കുക എന്നുള്ളൊരു പാറ്റേണിലേക്ക് പോകാനാണ് സാധ്യത. ഒരു ഹാഫ് ഡേ ഒക്കെ ആയിരിക്കും നാളെ ഇന്ത്യ മാക്സിമം ബാറ്റ് ചെയ്യാൻ സാധ്യത. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഒരു 120 റൺസ്, അതായത് ഒരു 600 റൺസ് എടുത്ത് ഒരു 400 ലീഡ് എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് എത്തും. വേണമെങ്കിൽ ഒരു ഇന്നിങ്സിനുള്ളൊരു വിജയം വരെ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൻ്റെ ഒരു തുടക്കം മുതൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു ഹാർഡ് ഹിറ്റിംഗ് ഇപ്പം ജഡേജയുടെ ഭാഗത്തു നിന്നും അതുപോലെ വാഷിങ്ടൺ സുന്ദറിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷവും ഇപ്പം നിതീഷ് കുമാറും ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പം മാക്സിമം ഒരു ഹാർഡ് ഹിറ്റിംഗ് തന്നെ ആയിരിക്കും മത്സരത്തിൻ്റെ തുടക്കം മുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. സോ പറഞ്ഞല്ലോ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഏതൊരു ക്രിക്കറ്റ് ആരാധകനും അറിയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെയും അത് ഏത് രൂപത്തിൽ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ സൂചിച്ചാലും